എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോസും ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് തമ്മിലുള്ള ഡിഫറൻസസ്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതൊക്കെയായിരുന്നു പഠിച്ചത്. അടുത്തത് കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ്. കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ഗ്യാസ് ലോസ് കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൻ്റെ ഫലമായിട്ടുള്ള ഗ്യാസസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചുള്ള ലോസാണ്. അതൊക്കെ ഒരു തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു തിയറി എന്നുള്ള രീതിയിൽ ഐഡിയൽ ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ ഗ്യാസസിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് ഉള്ള സ്റ്റഡിയാണ് ഈ കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ബോയിൽസ് ലോ, ചാൾസ് ലോ ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസിൻ്റെ ഫലമായിട്ടെടുത്ത് ഉണ്ടാക്കിയ ലോസാണ്. അതിനൊക്കെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സയൻറ്റിസ്റ്റ്, അതായത് ക്ലോഷ്യസ്, മാക്സ്വെൽ, ബോൾട്സ്മാൻ, വാണ്ടർവാൾസ് ഇങ്ങനെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റ് ചേർന്ന് ഉണ്ടാക്കിയ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഓരോരോ പോയിൻ്റായിട്ട് നോക്കാം. എ ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ്. അതായത് ഒരു ഗ്യാസ് ഒരു കണ്ടെയ്നറിൽ ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്യാസ് മിക്സ്ചർ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് വെരി സ്മോൾ പാർട്ടിക്കിൾസ് ലൈക്ക് ഇൻ ദ ഫിഗർ. The distances between gas particles are relatively large. So നമുക്കറിയാം സോളിഡ് ടു ലിക്വിഡ് ടു ഗ്യാസ്, അതിലേക്ക് വരുമ്പോഴേക്ക് ഗ്യാസ് പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ ഫ്രീ ആണ് അല്ലേ. സോളിഡിൻ്റെ അത്രയും റെസ്ട്രിക്റ്റഡ് മൂവ്മെൻ്റ് അല്ല ലിക്വിഡിനുള്ളത്, അതിനെക്കാട്ടും കൂടുതലായിരിക്കും ഗ്യാസ് പാർട്ടിക്കിൾസിനുള്ളത്. സോ ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി ലാർജ്. നമ്മളിവിടെ പറയുന്നത് റിയൽ ഗ്യാസിൻ്റെ ഇതല്ല പറയുന്നത്, നമ്മൾ ഐഡിയൽ ഗ്യാസസിൻ്റെ ബിഹേവിയറാണ്. ആ ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയറിലൂടെ നമ്മൾ റിയൽ ഗ്യാസിനെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ്ലി ലാർജ്. അതായത് ഇത് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് റാൻഡം മോഷൻ. അതായത് ഒരിക്കലും നിൽക്കാത്ത സിഗ്സാഗ് മോഷൻ നമ്മുടെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ഗ്യാസ് പാർട്ടിക്കിൾസ് ഇങ്ങനെ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സിഗ്സാഗ് മോഷൻസ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. കൊളീഷൻസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. സോ ഈ ഓൾ മോളിക്കുലർ കൊളീഷൻസ് ആർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അതായത് ഒന്നുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ, ഒരു പാർട്ടിക്കിൾ ഇനിയൊരു പാർട്ടിക്കിളായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ എനർജി ലോസ് ഒന്നുമില്ല. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിള് വേറൊരു പാർട്ടിക്കിളിനെ കൊളൈഡ് ചെയ്യുമ്പം അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ വ്യത്യാസം വരും. there may be a transfer of kinetic energy between the particles during collisions. സോ കൈനറ്റിക് എനർജി ട്രാൻസ്ഫർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലാതെ, അതായത് ഒരു ഗ്യാസ് പാർട്ടിക്കിൾ വന്ന് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തട്ടിയ പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി കുറച്ചുകൂടി കൂടുതലാവും. ഓക്കെ, സോ അല്ലാതെ എനർജി ലോസസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് കൊളീഷൻസ് ബിറ്റ്വീൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ്. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്താണ്? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. There is no attractive force between particles of a gas. അതായത് ഒരു ഗ്യാസ് മിക്സ്ചറിലുള്ള പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ഷൻസോ റിപ്പൽഷൻസോ ഒന്നുമില്ല. ഓക്കെ, ദെൻ the pressure of the gas is due to the elastic bombardment of the moving molecules on the walls of the container. ഈ ഗ്യാസ് മിക്സ്ചറിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഈ പാർട്ടിക്കിൾസ് വന്ന് കണ്ടെയ്നറിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു പ്രഷർ മാത്രമാണ് നമ്മുടെ ഈ ഗ്യാസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ഓരോ പാർട്ടിക്കിൾസും കണ്ടെയ്നറിൽ തട്ടുമ്പോഴുണ്ടാകുന്ന പ്രഷർ. Then gravity has no effect on the movement of the molecules.
ഇവിടെ ഗ്രാവിറ്റി ഈസ് വെരി വെരി നെഗ്ലിജിബിൾ, അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് ഇവിടെ ഒരു റോളും ഇല്ല. ഗ്രാവിറ്റി റോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഈ പാർട്ടിക്കിൾസ് വന്ന് സെറ്റിൽ ആവും. ഓക്കെ, സോ ഇവിടെ ഗ്രാവിറ്റി ഹാസ് നോ എഫക്റ്റ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് ദ മോളിക്യൂൾസ്. ഇത് ജസ്റ്റ് ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. So gases are made of very small atoms or molecules and are very spread apart. Okay, distance കൂടുതലാണ്. Then gases have no attraction or repulsion force between the particles, but when they collide, energy is transferred, especially kinetic energy is transferred through elastic collisions. So no energy is lost. Okay, സോ ഇത് ഒന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ എന്താണ്, കൈനറ്റിക് എനർജി എക്സ്ചേഞ്ച് ചെയ്യും. ദെൻ ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ ഓൾവേസ് മൂവിങ്. ദെൻ ഗ്യാസ് വിത്ത് ഹയർ ടെമ്പറേച്ചർ ഹാവ് മോർ കൈനറ്റിക് എനർജി. ദെൻ ഗ്യാസ് വിത്ത് ലോവർ ടെമ്പറേച്ചേഴ്സ് ഹാവ് ലെസ് കൈനറ്റിക് എനർജി. മോർ കൈനറ്റിക് എനർജി മീൻസ് ദ പാർട്ടിക്കിൾസ് ആർ മൂവിങ് ഫാസ്റ്റർ. സോ ഇവിടെ 295 കെൽവിൻ ആണ്. ഇതിൻ്റെ മൂവ്മെൻറ്റിനെക്കാട്ടും കൂടുതലായിരിക്കും 487 കെൽവിനുള്ളത്. ഓക്കെ, ഇത് ജസ്റ്റ് ആ കൈനറ്റിക് മോളിക്കുലർ മോഡലിൻ്റെ കുറച്ചൊരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് വെച്ചത്. ഇനി നമുക്ക് ഈ തിയറി വെച്ചിട്ടുള്ള കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 പഠിച്ചതായിരിക്കും. +1 ഫിസിക്സിൽ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ്റെ ഡെറിവേഷനൊക്കെ പഠിച്ചതായിരിക്കാം. ഇവിടെ നമുക്ക് ആ ഡെറിവേഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ ദ ഇക്വേഷൻ ഇസ് PV is equal to 1/3 small m n u square. Okay, PV is equal to 1/3 m n u square, where n is the number of molecules of ideal gas. സോ അത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് ഉണ്ട്, അതിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ്, ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ക്യാപിറ്റൽ N. ദെൻ P ഈസ് ദ പ്രഷർ. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിക് കൊളീഷൻസ് വിത്ത് ദ വാൾ, അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന എന്താണ്, പ്രഷർ. ദെൻ സ്മോൾ m ഇസ് ദ മാസ് ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. ആൻഡ് U is the root mean square velocity or RMS velocity. Root mean square velocity. So root mean square velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the square root of the mean of squares of velocity of individual gas molecules. അതായത് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വെലോസിറ്റി, അതായത് C1, C2, C3 എക്സെട്ര, ഇതൊക്കെ ഇൻഡിവിജ്വൽ വെലോസിറ്റീസ് ആണ്. അതിൻ്റെ സ്ക്വയറിൻ്റെ C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ, ഇതിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മുടെ RMS വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ C1 ഈ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു C1 സ്ക്വയർ പ്ലസ് C2 സ്ക്വയർ പ്ലസ് C3 സ്ക്വയർ എക്സെട്ര അപ് ടു CN സ്ക്വയർ. കാരണം നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണുള്ളത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, ഇതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. സോ ഫോർ 1 മോൾ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഒരു മോൾ ഐഡിയൽ ഗ്യാസ് ആണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കറിയാം എത്ര മോളിക്യൂൾസ് ഉണ്ടാവും, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താവും, N0 ആവും. ഇവിടെയുള്ള n നമ്പർ ഓഫ് മോളിക്യൂൾസ് N0 ആവും ഒരു മോൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യും. പക്ഷേ നമുക്കറിയാം സ്മോൾ n മാസ്, അതായത് ഇൻഡിവിജ്വൽ മാസ് ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് ദാറ്റ് മോളിക്യൂളാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ N0 is equal to capital M മോളിക്കുലാർ മാസ് ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, PV is equal to 1/3 capital M U square, where capital M is the molecular mass and U is the RMS velocity. ഇനി ആ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിലുള്ള ഒരുപാട് ഡിഡക്ഷൻസിലേക്ക് വരികയാണ്. അതായത് ബോയ്ൽസ് ലോനെ, ചാൾസ് ലോനെ ഒക്കെ നമുക്ക് ഈ ഇക്വേഷൻസ് വെച്ചിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആദ്യം നമുക്ക് ബോയ്ൽസ് ലോ ആൻഡ് ചാൾസ് ലോൻ്റെ നോക്കാം.
നമുക്കറിയാം ഈ കൈനറ്റിക് മോളിക്കുലാർ മോഡലിൽ നമ്മൾ പറയുന്നതാണ് എന്താണ്, ആവറേജ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞു ആ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒന്നുമില്ല, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ, അതിനാണ് ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയും. സോ ആവറേജ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, ടെമ്പറേച്ചറിനെ മാത്രമാണ്. അതന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. സോ ½ m² is directly proportional to T. ഓക്കെ, സോ അവിടെ n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ n നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ mNu². ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് വയ്ക്കുമ്പോൾ ½ mNu² is equal to a constant into T അല്ലെങ്കിൽ KT, where K is the constant. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, 2/3 വെച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/3 mNu² is equal to 2/3 KT എന്ന് വരും. 1/3 mNu² is equal to 2/3 KT എന്ന് വരും. നമ്മളിവിടെ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് 1/3 mNu² is equal to what? PV എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. So, since 1/3 mNu² is equal to PV, kinetic gas equation, we can rewrite the above equation as PV is equal to 2/3 KT. PV is equal to 2/3 KT. ഇനി നമുക്ക് ബോയിൽസ് ലോയും ചാൾസ് ലോയും ഇവിടെ അപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. ബോയിൽസ് ലോ എന്താ പറയണത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻറ്റു വോളിയം ഇസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/V. ഇതാണ് നമ്മുടെ ബോയിൽസ് ലോ പറയുന്നത്. PV is equal to a constant. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ ആകെ ഒരു വേരിയബിൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എനർജി കൂടുന്നു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സോ ടെമ്പറേച്ചർ ഇവിടെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, K ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ്, സോ ഈ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ PV is equal to a കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ബോയിൽസ് ലോ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നു. ഓക്കെ, ദെൻ ചാൾസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം is directly proportional to temperature. At constant pressure, volume is directly proportional to T. So at constant pressure, ഇവിടെ നോക്കുക, at constant pressure V is directly proportional to T അല്ലേ? കാരണം at constant pressure കോൺസ്റ്റൻ്റ് ആക്കി, പിന്നെ ആരൊക്കെയുള്ളത്? V is equal to 2/3 K ഒരു കോൺസ്റ്റൻ്റ് ആണ്, ദെൻ T മാത്രമേ ഇവിടെ വേരിയബിൾ ഉള്ളൂ. സോ V is directly proportional to T എന്നുള്ള ഫോമിലേക്ക് മാറും. ഓക്കെ, അല്ലെങ്കിൽ V is equal to 2K ബൈ, നമ്മൾ പ്രഷർ ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ V is equal to 2/3 into K/P into T വരും, അല്ലെങ്കിൽ 2K/3P into T. ഇത് മുഴുവൻ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇത് മുഴുവൻ കോൺസ്റ്റൻ്റ് ആണ്. സോ V is equal to a constant into T എന്ന് വരും, അല്ലെങ്കിൽ V ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയും. സോ ചാൾസ് ലോയും നമുക്ക് ഈ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദെൻ RMS വെലോസിറ്റി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് RMS വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 1 mole ഓഫ് ഐഡിയൽ ഗ്യാസിന് PV is equal to RT, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് ഫോർ 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ് PV is equal to 1/3 mNO2. നമ്മളിവിടെ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? PV is equal to 1/3 mNO2.
സോ ഇത് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/3 m n0u² ഇസ് ഈക്വൽ ടു RT. ഇതിൻ്റെ RHS രണ്ട് ഭാഗം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ RMS വെലോസിറ്റിയാണ് വേണ്ടത്. സോ ഇവിടെ u² മാത്രം നിലനിർത്തുക, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ u² ഇസ് ഈക്വൽ ടു 3RT/mn0, അല്ലെങ്കിൽ u² ഇസ് ഈക്വൽ ടു 3RT/mn0 എന്ന് പറയുന്നത് മാസ് ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് പാർട്ടിക്കിൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ആണെന്ന് മുന്നേ പറഞ്ഞു. സോ 3RT/m, u ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3RT/m. ഓക്കെ, സോ ഇതാണ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് RMS വെലോസിറ്റിക്ക് കൊടുക്കുന്ന ഒരു, അല്ലെങ്കിൽ ഡിഡക്ഷനിൽ വരുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് 3RT/m, സ്ക്വയർ റൂട്ട് ഓഫ് 3RT/m. ദെൻ കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസിനും നമുക്ക് ഈ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഇസ് ഈക്വൽ ടു RT. ദെൻ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ PV ഇസ് ഈക്വൽ ടു 1/3 mn0u². സോ PV ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 2/2 എന്ന് വരും. അതിനെ ഞാൻ 2 × 1/3 × 1/2 അങ്ങനെ എഴുതി. അതായത് 2/2 എന്നുള്ളത് 2 × 1/3 എന്ന് എഴുതി, ബാക്കി 1/2 എന്ന് എഴുതി. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ½ mu² എന്നുള്ളത് കൈനറ്റിക് എനർജിയാണെന്ന് അറിയാം. അപ്പോൾ ആ കൈനറ്റിക് എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. സോ 2/3 ½ mn0u², അതായത് 1 മോളിലുള്ള മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയാണിത്. 1 മോൾ, അതുകൊണ്ടാണ് n0 വരുന്നത് ഇവിടെ. സോ ഇവിടെ ½ mn0u² എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, അല്ലെങ്കിൽ അതിനെ EK എന്ന് എഴുതി. സോ PV is equal to 2/3 EK, where EK is the total translational kinetic energy of the n0 molecules. ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി അതാണ് ഇവിടെ ഉള്ളത്. കാരണം ട്രാൻസ്ലേഷണൽ മൂവ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഗ്യാസ് മോളിക്യൂൾസിനുള്ളത്. ഓക്കെ, ദെൻ PV is equal to 2/3 EK ആണെങ്കിൽ നമുക്കറിയാം PV is equal to RT ആണ്. അതുകൊണ്ട് RT is equal to 2/3 EK. So EK is equal to kinetic energy, translational kinetic energy is equal to 3/2 RT. സോ മുന്നേ നമ്മൾ കൈനറ്റിക് മോഡലിൽ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ? ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതല്ലേ ഇത് പറയണത്? 3/2 R എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആരെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് മാത്രം. This gives the translational kinetic energy which is directly proportional to the temperature in Kelvin. Then average kinetic energy per mole. Average kinetic energy എന്ന് പറയുന്നത് പെർ മോൾ എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ n0, അല്ലെങ്കിൽ EK is equal to 3/2 RT ഡിവൈഡഡ് ബൈ n0. അപ്പോൾ നമുക്കറിയാം R is equal to ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ R/n0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ കോൺസ്റ്റൻറ്റ് കോൾഡ് ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ്. സോ ഈ R/n0 നമുക്ക് സ്മോൾ k എന്ന് എഴുതാം, ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആക്കി എഴുതാം. സോ EK എപ്സിലോൺ K. സോ എപ്സിലോൺ K എന്ന് പറയുന്നത് ഇവിടെ ആവറേജ് കൈനറ്റിക് എനർജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, EK എന്ന് പറയുന്നത് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ്. സോ ഈ എപ്സിലോൺ K ആവറേജ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു 3/2. ഇവിടെ K റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോറി ഞാനിവിടെ അത് എഴുതാൻ മറന്നുപോയി. ജസ്റ്റ് എപ്സിലോൺ K ഇസ് ഈക്വൽ ടു 3/2 R/n0 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ K കൊടുത്തു.
സോ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടി എന്ന് വരും. 3/2 kT എന്നുള്ള ഒരു ഫോമിലേക്ക് വരും. ഓക്കെ, സോ ഇത്രയുമാണ് കൈനറ്റിക് മോളിക്കുലർ മോഡൽ ഓഫ് ഗ്യാസസ് ആൻഡ് കൈനറ്റിക് ഇക്വേഷൻ, കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ, അതിൽ നിന്നുണ്ടാവുന്ന ഡിഡക്ഷൻസ്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.